ശബരിമല തീർത്ഥാടക വൈദ്യുതാഘാതമേറ്റ് മരിച്ച സംഭവത്തിൽ ദേവസ്വം ബോർഡ് വീഴ്ചയ്ക്കെതിരെ ഹിന്ദു ഐക്യവേദി. ദാരുണ സംഭവത്തിന് പിന്നിൽ ദേവസ്വം ബോർഡ് അനാസ്ഥയാണെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ ഹരിദാസ് ആരോപിച്ചു. ദേവസ്വം ബോർഡ് സ്ഥാപിച്ച കിയോസ്ക് പൈപ്പിൽ നിന്നും വൈദ്യുതാഘാതം ഏറ്റാണ് തെലങ്കാന സ്വദേശിനി ഭരതമ്മ പമ്പയിൽ മരിച്ചത്. ശബരിമലയിൽ തീർത്ഥാടകർക്ക് അരക്ഷിതാവസ്ഥയാണെന്ന് ഹിന്ദു ഐക്യവേദി ചൂണ്ടിക്കാട്ടുന്നു. കുടിവെള്ളം പോലും എടുക്കാൻ കഴിയുന്നില്ല. തീർത്ഥാടകർക്ക് സുരക്ഷിതത്വമില്ല. തീർത്ഥാടകയുടെ അതിദാരുണ മരണത്തിൽ ദേവസ്വം ബോർഡ് മറുപടി പറയണമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ ഹരിദാസ് പ്രതികരിച്ചു. സംഭവത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവർക്കെതിരെ നടപടിയെടുക്കണമെന്നും മരണപ്പെട്ട ഭരതമ്മയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നും ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെട്ടു. ആവർത്തിക്കപ്പെടുന്ന ദേവസ്വം ബോർഡ് അനാസ്ഥകൾക്കെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും ഹിന്ദു ഐക്യവേദി സംസ്ഥാന ഉപാധ്യക്ഷൻ വ്യക്തമാക്കി. കുടിവെള്ളത്തിനു വേണ്ടി ദേവസ്വം ബോർഡ് സ്ഥാപിച്ച വാട്ടർ കിയോസ്കിൽ അതിൻ്റെ ടാപ്പിൽ തൊട്ടപ്പോൾ ഇത്ര ഭീകരമായി കറണ്ട് അടിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വൈദ്യുതാഘാതം ഏൽക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് അവിടുത്തെ സംവിധാനങ്ങൾ? ആരാണ് ഇതിന് ഉത്തരവാദി? ദേവസ്വം ബോർഡാണോ? KCB ആണോ? അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസിയാണോ? ദേവസ്വം ബോർഡ് ഇതിന് മറുപടി പറയണം. ദേവസ്വം ബോർഡാണ് ഇതിന് ഉത്തരവാദി. ദേവസ്വം ബോർഡ് സ്ഥാപിച്ചിട്ടുള്ള വാട്ടർ കിയോസ്കിൽ പിടിച്ച് ഒരു ശബരിമല തീർത്ഥാടക മാളികപ്പുറം മൃഗീയമായി മരണപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിന് ഉത്തരവാദിത്വം ദേവസ്വം ബോർഡ് പറയണം. ഇല്ലെങ്കിൽ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുവാൻ ഇവിടുത്തെ അയ്യപ്പ ഭക്ത സംഘടനകളും ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള കേരളത്തിലെ ഹൈന്ദവ സംഘടനകളും തയ്യാറാകും എന്ന് ഈ അവസരത്തിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നലെ വൈകിട്ടാണ് തെലങ്കാനയിൽ നിന്നും ശബരിമല ദർശനത്തിനെത്തിയ 40 അംഗ സംഘത്തിൽ ഉൾപ്പെട്ട ഭരതമ്മയ്ക്ക് ദർശനം കഴിഞ്ഞ് മടങ്ങവേ പമ്പയിൽ വെച്ച് വൈദ്യുതാഘാതമേൽക്കുന്നത്. പമ്പയ്ക്കടുത്ത് 2-ാം നമ്പർ ഷെഡിനരികെ നിന്ന് ഇവർ കിയോസ്കിന്റെ പൈപ്പിൽ പിടിച്ചപ്പോഴേക്കും വൈദ്യുതാഘാതമേൽക്കുകയായിരുന്നു. പമ്പ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കിയോസ്കിന് സമീപം വൈദ്യുതി പോസ്റ്റുണ്ട്. കൂടാതെ വഴിയിലിട്ടിരിക്കുന്ന ലൈറ്റിന്റെയും മറ്റും വയറുകളും ഇതുവഴി പോകുന്നുണ്ട്. മാരക പ്രഹരത്തിൽ കിയോസ്കിൽ എങ്ങനെ വൈദ്യുതി എത്തിയെന്നതാണ് വ്യക്തമാകേണ്ടത്. ജനം, പത്തനംതിട്ട.